ആപ്പിൾ കമ്പനിയുടെ ഫൗണ്ടർ സ്റ്റീവ് ജോബ്സും ഫസ്റ്റ് ഐപോഡ് ഡിസൈനും ബന്ധപ്പെടുത്തിയ ഒരു കഥയുണ്ട്. ഫസ്റ്റ് ഐപോഡ് ഡിസൈൻ ചെയ്ത എഞ്ചിനീയേഴ്സ് സ്റ്റീവ് ജോബ്സിനെ കൊണ്ടത് കാണിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണ്. അപ്പോൾ സ്റ്റീവ് ജോബ്സ് പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ച എൻ്റെ മനസ്സിലുള്ള ഐപോഡ് ഇതിലും ചെറുതാണ്, ഇത് കുറച്ച് വലുതാണ്, ഇതിലും ചെറുതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് ഇത് ചെറുതാക്കി കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അപ്പോൾ എഞ്ചിനീയേഴ്സ് പറഞ്ഞു, നമുക്ക് ചെറുതാക്കാൻ സാധിക്കുന്നതിൻ്റെ പരമാവധി ചെറുതാക്കിയാണ്, ഇനി ഇതിലും ചെറുതാക്കാൻ സാധിക്കില്ല എന്ന് ജോബ്സിനോട് പറഞ്ഞു. അപ്പോൾ ജോബ്സ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫീസിലിരുന്ന ഒരു അക്വേറിയത്തിലേക്ക് ഈ ഐപോഡ് എടുത്തിട്ടു. ഐപോഡ് വെള്ളത്തിൽ മുങ്ങിപ്പോയി. അതിൽ നിന്ന് കുറച്ച് എയർ ബബിൾസ് മുകളിലേക്ക് വന്നു. സ്റ്റീവ് ജോബ്സ് അത് നോക്കിയിട്ട് പറഞ്ഞു, ദാ എയർ ബബിൾസ് വരുന്നത് കണ്ടില്ലേ, അതിൻ്റെ അർത്ഥം എന്താണ്? അതിൽ ഇനിയും ധാരാളം സ്പേസ് ഉണ്ട്, അതിൽ കുറേ സ്ഥലങ്ങൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്, അപ്പോൾ ഇനിയും അത് ചെറുതാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് എഞ്ചിനീയേഴ്സിനോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ഇനിയും അത് ചെറുതാക്കി കൊണ്ടുവരൂ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നമുക്ക് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഐപോഡ് ഡിസൈനാണ് കിട്ടിയത്. ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും. നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ എംപ്ലോയീസിനോട് എന്തെങ്കിലും ഒരു പോയിന്റ് മുന്നോട്ട് വെക്കുമ്പോഴത്തേക്ക് വെറുതെ അവരോട് ആർഗ്യൂ ചെയ്യുന്നതിന് പകരം നമ്മളുടെ പോയിന്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ച് നമുക്ക് അവരെ പ്രൂവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും നമ്മൾ വെറുതെ അവരോട് ആർഗ്യൂ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ. അതുപോലെ തന്നെ നമുക്ക് പഠിക്കാവുന്ന മറ്റൊരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബിസിനസ്സിൽ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരുമ്പോൾ ഇത്രയൊക്കെ മതി എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇനിയും ബെറ്റർ ആക്കാനുള്ള പുതിയ വഴികൾ നമ്മൾ തേടുക. ഇനിയും ഇംപ്രൂവ് ചെയ്യാനുള്ള ധാരാളം വഴികൾ ഒളിഞ്ഞു കിടപ്പുണ്ടാവും, അതൊക്കെ കണ്ടുപിടിക്കുക. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ച ബിസിനസ് പാഠം എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.